ലോക്സഭ വീണ്ടും പുനരാരംഭിച്ചു. അതിലേക്ക് Everything, of course. This bill is ultra vires the constitution. It has been already decided. The House has given sanction. No. कह रहे थे कि चर्चा करना चाहिए, एग्जाम का मामला है, बच्चों का मामला है। अब जब चर्चा करने के लिए इतना महत्वपूर्ण बिल लेकर के जब आया है, टाइम भी दे चुके हैं 6 घंटे स्पीकर साहब ने, और टाइम देंगे, आप चाहते तो और टाइम देंगे, फिर भी ये कर रहे हैं, ये अच्छा नहीं लग रहे हैं। मैं कांग्रेस के साथियों को कहना चाहता हूँ, ऐसा काम मत कीजिए। जो आपका जो इमेज है बहुत गिर चुका है और बहुत बदनाम होने वाला काम मत कीजिए। पूरा पार्टी एकजुट होकर के हमारे युवाओं का, छात्रों का जिंदगी को ठीक करने के लिए महत्वपूर्ण बिल पे सब हिस्सा लेना चाहिए। मैं फिर से अपील करना चाहता हूँ आपके माध्यम से। थैंक यू सर। माननीय सदन, ये हम बहुत दिन से हम वेट कर रहे हैं इस बिल के लिए। ये युवाओं के भविष्य के लिए है, हमारे देश के युवा के भविष्य के लिए है। आपने भी पूछा चर्चा के लिए, आपने भी पूछा है, जब सरकार तैयार होके आए हैं चर्चा करने के लिए, बिल आपको एडवांस में सर्कुलेट भी हुआ, बिल का कॉपी एडवांस में आपको सर्कुलेट भी हुआ। हम जानते हैं आप में से कई ऑनरेबल मेंबर्स प्रिपेयर करके आए हैं, डिस्कस करने के लिए प्रिपेयर करने आए हैं। आप नहीं चाहते हैं, आप इस सब्जेक्ट पे चर्चा नहीं चाहते हैं, आप चर्चा नहीं चाहते, चर्चा करना नहीं चाहते हैं। आप इस देश के युवा के भविष्य के लिए चर्चा नहीं करना चाहते हैं, आप नीट के ऊपर चर्चा नहीं करना चाहते हैं, आप इसी तरह हल्ला करना चाहते हैं। हमारे देश के युवाओं के बारे में आप सोचना नहीं चाहते हैं, उनके बारे में चर्चा नहीं करना चाहते हैं। यदि आपको आज चर्चा नहीं करना चाहते हैं, आज अगर आप चर्चा नहीं करना चाहते हैं हमारे देश के युवा के भविष्य के बारे में, मैं सभा की कार्यवाही कल मंगलवार दिनांक 28 जुलाई 2026 को पुनः 11 बजे तक के लिए स्थगित की जाती है. ലോക്സഭയിൽ വീണ്ടും പ്രതിപക്ഷ പ്രതിഷേധമാണ്. ഇന്ന് ഉച്ചയ്ക്ക് 12 മണിക്ക് ലോക്സഭ നിർത്തിവച്ചിരുന്നു. വീണ്ടും ലോക്സഭ ഇപ്പോൾ പുനരാരംഭിച്ചപ്പോൾ വീണ്ടും വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് ഇടത് എംപിമാർ ഉൾപ്പെടെയുള്ളവർ ഉന്നയിച്ചിട്ടുള്ളത്. ഇപ്പോൾ ലോക്സഭയിൽ വീണ്ടും വലിയ രീതിയിലുള്ള പ്രതിപക്ഷ ബഹളമാണുള്ളത്. ചർച്ച നടക്കണമെന്നാണ് കിരൺ റിജിജു ആവശ്യപ്പെടുന്നത്. ഗൗരവമുള്ള ബില്ലാണെന്നും ചർച്ച അനുവദിക്കാത്തത് സങ്കടകരമെന്ന് കേന്ദ്രമന്ത്രി വ്യക്തമാക്കിയിട്ടുണ്ട്. എന്നാൽ വലിയ രീതിയിലുള്ള പ്രതിപക്ഷ ബഹളമാണ് ഇപ്പോൾ ലോക്സഭയിൽ നടക്കുന്നത്. ലോക്സഭയിൽ വീണ്ടും പ്രതിപക്ഷ പ്രതിഷേധമാണ്. പരീക്ഷാ ഭേദഗതി ബില്ലിലാണ് പ്രതിഷേധം. ഇപ്പോൾ വിഷ്ണു കൂടി ചേരുന്നുണ്ട്. വിഷ്ണു, വീണ്ടും ലോക്സഭ പുനരാരംഭിച്ചപ്പോൾ വീണ്ടും വലിയ രീതിയിൽ പ്രതിപക്ഷം പ്രതിഷേധം ഉന്നയിക്കുകയാണ്. എന്താണ് നിലവിൽ അവിടെ നിന്നുള്ള വിവരങ്ങൾ? അവധിക്ക് എന്തായാലും വലിയ പ്രതിഷേധം തന്നെയാണ് പ്രതിപക്ഷത്തിന്റെ ഭാഗത്തുനിന്ന് ലോക്സഭയിൽ രാജ്യസഭയിലും തുടർച്ചയായി അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും അല്പം മുന്നേ ലോക്സഭ ചേർന്നപ്പോഴും പ്രതിപക്ഷത്തിന്റെ ഭാഗത്തുനിന്ന് വലിയ പ്രതിഷേധം അരങ്ങേറി. പ്രതിപക്ഷ പ്രതിഷേധത്തെ തുടർന്നപ്പോൾ ലോക്സഭ ഇന്നത്തേക്ക് പിരിഞ്ഞിരിക്കുകയാണ്. പ്രത്യേകിച്ച് ഇന്ന് പലതവണ ലോക്സഭ തടസ്സപ്പെടുന്ന സാഹചര്യം തന്നെയായിരുന്നു. കാരണം പ്രതിപക്ഷം കൃത്യമായി തന്നെ നിലപാട് സ്വീകരിച്ചിരിക്കുന്നത് വിദ്യാർത്ഥി പ്രതിഷേധത്തിൽ ദില്ലി പോലീസിന്റെ ഭാഗത്തുനിന്നുണ്ടായ ക്രൂരമായിട്ടുള്ള നടപടികൾ, പ്രത്യേകിച്ച് വിദ്യാർത്ഥികൾക്ക് നേരെ പെല്ലറ്റ് ഗൺ ഉപയോഗിച്ചത്, ബീഹാറിൽ പ്രതിഷേധിച്ച വിദ്യാർത്ഥികൾക്ക് നേരെ AK-47 ഉപയോഗിച്ചത്. അപ്പോൾ ഇതിലൊക്കെ തന്നെ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ മറുപടി പറയണമെന്ന ശക്തമായ നിലപാട് തന്നെയാണ് പ്രതിപക്ഷം ഇന്ന് സഭയിൽ ഉടനീളം സ്വീകരിച്ചത്. എന്തായാലും അത്തരത്തിൽ അമിത്ഷായുടെ പ്രസ്താവന നടത്താതെ സഭാ നടപടികളുമായി സഹകരിക്കില്ല എന്ന ഒരു നിലപാട് തന്നെയാണ് പ്രതിപക്ഷം സ്വീകരിച്ചു വരുന്നത്. എന്തായാലും അതിന്റെ ഭാഗമായി കൊണ്ട് തന്നെയാണ് വലിയ തോതിൽ പ്രതിപക്ഷം സഭയ്ക്കകത്ത് പ്രതിഷേധം ഉയർത്തിയത്. എന്തായാലും ഇന്ന് പ്രധാനപ്പെട്ട ഒരു ബില്ല് കേന്ദ്ര സർക്കാർ സഭയിൽ കൊണ്ടുവന്നിരുന്നത് ഈ ചോദ്യപേപ്പർ ചോർച്ച തടയുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ബില്ലാണ്. ഇന്ന് 12 മണിയോടുകൂടി കേന്ദ്രമന്ത്രി ജിതേന്ദ്ര സിംഗാണ് ബില്ല് അവതരിപ്പിച്ചത്. പക്ഷേ ആ ബില്ലിലും ചർച്ച ഇപ്പോൾ അനുവദിക്കില്ല. അതുമായി സഹകരിക്കണമെങ്കിൽ ആദ്യം ആഭ്യന്തരമന്ത്രി അമിത്ഷാ സഭയിലെത്തി ഒരു പ്രസ്താവന നടത്തണം, രാജ്യത്തെ വിദ്യാർത്ഥികളോട് മാപ്പ് പറയണമെന്ന ഉറച്ച നിലപാട് തന്നെയാണ് പ്രതിപക്ഷം മുന്നോട്ട് വയ്ക്കുന്നത്. അവന്തിക. ശരി വിഷ്ണു.